നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ശിവരാത്രി നാൾ വൈകുന്നേരം ഉണ്ട ഉണ്ടാക്കിയല്ലോ. അപ്പം ആ ഉണ്ട ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഉണ്ട കൊണ്ട് രാവിലെ അതുകൊണ്ട് പുതിയൊരു ഡിഷ് ഉണ്ടാക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാണ് ഞങ്ങളത്. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അമ്മൂമ്മ അതെടുത്ത് ഒരു പ്രത്യേക ഒരു സാധനം, അതായത് അത് മുറിച്ച് വറുത്തിട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കൂടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എൻ്റെ പ്രായമുള്ള എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അതറിയോ എനിക്കറിയില്ല. പക്ഷെ അന്ന് ഉണ്ടാക്കണത് എന്ത് സിമ്പിളായിട്ടായിരുന്നു പറയുന്നത് അമ്മൂമ്മയ്ക്ക് ഉണ്ടാക്കുക. പക്ഷെ നല്ല സ്വാദായിരുന്നു അത് കഴിക്കാൻ. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് അതിങ്ങനെ വാരി തിന്നും. അപ്പം നമുക്ക് വാരി തിന്നല്ല, പെറുക്കി തിന്നും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനത് പുതിയ തലമുറയ്ക്ക് അറിയാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ. കാരണം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉണ്ട ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞ് ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇത് ഇഷ്ടമില്ല ടീച്ചറെ, എല്ലാവരും പുതിയ പുതിയ പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പഴയ ഉണ്ട ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് കഴിച്ചു. അത് എന്തായാലും നമുക്കിന്ന് പുതിയ പലഹാരം ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചു കേട്ടോ. ഇതാണ് ഉണ്ടകൾ. ഇന്നലെ ഞാൻ രാത്രി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, ആ പാത്രത്തിൽ അങ്ങനെ തന്നെ വെക്കുള്ളൂ. ഉണ്ടാക്കിയ പാത്രമല്ലേ അതിൽ അങ്ങനെ തന്നെ വെക്കുള്ളൂ. ഇപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാം കേട്ടോ. അതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, 2 വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് തുടങ്ങാം. തീ കത്തിക്കാം. പാത്രം വെച്ചു, ചൂടാവട്ടെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നമുക്ക് ചെറിയ പീസസ് ആക്കണം കേട്ടോ. അത് എന്തായാലും ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആക്കാം. നമുക്ക് കടുകിടാം. കടുകിട്ടു. കടുക് പൊട്ടി കഴിയാറായ വറ്റൽമുളക് ഇട്ടു. ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം, സവാള ഇടാം, കറിവേപ്പില ഇടാം. നന്നായിട്ടൊന്ന് വാവാം. നമുക്ക് ഈ ഉണ്ടകളൊക്കെ ഒന്ന് മുറിക്കാം കേട്ടോ. സവാളയും സാധനങ്ങളൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഈ ഉണ്ടകളുണ്ടല്ലോ, അരി ഉണ്ടകളൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കാം കേട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ പീസാണ് ആക്കുക. വേണമെങ്കിൽ പൊടി പൊടിയായിട്ട് ഇതിനേക്കാളും ചെറുതാക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഒന്നുകൂടി ഇളക്കിയിടാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടണം. പലഹാരത്തിൽ ഉപ്പുണ്ട്, പക്ഷേ ഈ ഉള്ളിയിലും മുളകിലൊന്നും ഉപ്പുണ്ടാവില്ല. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടു കേട്ടോ. ഇനി പെട്ടെന്ന് നമുക്കിത് ചെറുതായി പീസസ് ആക്കി. ഇപ്പോൾ ഇത് നന്നായിട്ടിത് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇടുക. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയും മുളകും ഇഞ്ചിയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇതിലങ്ങോട്ട് കയറുമ്പോൾ മൊരിഞ്ഞ് കിട്ടും. ഉപ്പുമാവ് പോലെ, ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് പോലെ. ഒന്നുകൂടി ചെറുതാക്കിയാണ്ടല്ലോ ഇതിനേക്കാളും സൂപ്പറാട്ടോ. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കാറ്. കാപ്പിക്ക് തരും ജയശ്രീയ. ഇതാ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പം എങ്ങനെയുണ്ട്? സ്വാദുണ്ട്. കനം കുറയ്ക്കണം അല്ലേ, ചെറുതാക്കണം. അപ്പോൾ സൂപ്പറാട്ടോ. ഞങ്ങളിങ്ങനെ കുട്ടിക്കാലത്തെ ഓർമ്മ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുക. ശിവരാത്രി എന്നാ ഉണ്ടുണ്ടാക്കി, ഇന്നിപ്പോൾ ഇതുണ്ടാക്കി. അങ്ങനെ
ജയശ്രീ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. ജയശ്രീ ഇത്തിരി ഉണ്ണി ചെറുതായി പൊടിക്കും അത്രേ, അതായത് ചെറിയ പീസസ് ആക്കുന്നു. ഞങ്ങളുടെ ഇങ്ങനെ തന്നെയാണ്, വലിയതിനേക്കാളും വലുതാവാറുണ്ടെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ നമ്മുടെ ശിവരാത്രിയുടെ ഉണ്ട പിറ്റേ ദിവസം രാവിലെ മറ്റൊരു രൂപത്തിൽ നമ്മൾ കഴിക്കുകയാണ്. ചായക്ക് രാവിലത്തെ കാപ്പിക്ക് അല്ലെങ്കിൽ ചായ അത് കഴിക്കണം വെച്ചാൽ അതിന് കടിയായിട്ട് കഴിക്കാൻ പറ്റും നമുക്ക്. ഉപ്പുമാവ് പോലെ തന്നെ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇത്തിരി വലിയ കഷ്ണമായിരുന്നു. ഒന്നുകൂടി ചെറുത് അതിൽ പൊടിയാക്കിയാൽ അടിപൊളിയാണ്. ഇതിപ്പോൾ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് ബാക്കി ഉച്ചയ്ക്ക് എടുക്കാം കേട്ടോ. അധികം ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് അപ്പനെ കഴിയുകയും ചെയ്യും. അപ്പം ഇങ്ങനെയും ഒരു പലഹാരം ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത്രേ ഉള്ളൂ. പണ്ടത്തെ പലഹാരമാണ്, പണ്ടത്തെ പലഹാരം. ശിവരാത്രിയുടെ ഉണ്ട ഉപ്പുമാവ് പോലെയാക്കി. ഉപ്പുമാവ് എന്നല്ല കേട്ടോ അതിന് പറയുക, ശരിക്കും പറയാം അതിന് പൊട്ടിച്ച് വറുത്തിട്ടത് എന്നാ പറയുക, മുറിച്ച് വറുത്തിട്ടത്. ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും, ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമ്മൾ ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഓക്കെ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. ഓക്കെ.